ശബരിമലയിലേക്ക് മിൽമയുടെ വ്യാജ നെയ് കടത്തിവിട്ടതിൽ അന്വേഷണം പ്രഖ്യാപിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ദേവസ്വം വിജിലൻസ് എസ്പിക്കാണ് അന്വേഷണ ചുമതല. ഇന്ന് ചേർന്ന ബോർഡ് യോഗത്തിലാണ് തീരുമാനം. അതിനിടെ പമ്പയിൽ നിന്ന് പരിശോധനയില്ലാതെയാണ് നെയ് സന്നിധാനത്തേക്ക് എത്തിച്ചത് എന്ന് സ്ഥിരീകരിച്ച് ദേവസ്വം സെക്രട്ടറി വകുപ്പ് മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറി. 5000 ലിറ്റർ വീതം 30 ലോഡുകളിലായി എത്തിച്ച 1.5 ലക്ഷത്തിലേറെ ലിറ്റർ നെയ്യിലാണ് ക്രമക്കേട് നടന്നത്. ഓരോ ലോഡിലെയും സാമ്പിൾ പരിശോധിച്ച് മാത്രമേ സന്നിധാനത്തേക്ക് കടത്തിവിടാൻ പാടുള്ളൂവെന്നാണ് ചട്ടം. എന്നാൽ ഫുഡ് സേഫ്റ്റിയുടെ രേഖകൾ പ്രകാരം പരിശോധിച്ചിട്ടുള്ളത് 30 പകരം 6 ലോഡിലെ സാമ്പിളുകൾ മാത്രം. നിലവിൽ സാമ്പിൾ തിരുവനന്തപുരത്ത് ലാബിൽ പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പാക്കിയ ശേഷം മാത്രം സന്നിധാനത്തേക്ക് കടത്തിവിടുകയാണ് പതിവ്. പക്ഷേ സാമ്പിൾ പരിശോധനാ ഫലം വരുന്നതിന് മുൻപേ നെയ്യ് സന്നിധാനം ലക്ഷ്യമാക്കി മല കയറ്റിവിടുന്നതാണ് ഇപ്പോഴത്തെ രീതി. ഇതിനായി മിൽമ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ കൈകോർത്തുവെന്നാണ് ദേവസ്വം സെക്രട്ടറി MG രാജമാണിക്യത്തിന്റെ റിപ്പോർട്ടിലുള്ളത്. സന്നിധാനത്തെത്തിച്ച നെയ്യിൽ മിൽമയുടെ ബോട്ടിൽ പേര്, ബാച്ച് നമ്പർ എന്നിവയിലൊന്നും യാതൊരു പിശകുമില്ല. അതിനാൽ തന്നെ ജീവനക്കാരുടെ സഹായത്തോടെ കരാറുകാരൻ മിൽമയുടെ നെയ്ക്ക് പകരം വ്യാജം നിറച്ചുവെന്ന കണ്ടെത്തലാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഈ സംഭവത്തിൽ ബോർഡ് ഉദ്യോഗസ്ഥരുടെ പങ്കന്വേഷിക്കാൻ ഇന്ന് ചേർന്ന ദേവസ്വം ബോർഡ് യോഗം വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനെപ്പറ്റി ആരോപണങ്ങൾ വന്ന സാഹചര്യത്തിൽ നമ്മൾ ഞങ്ങളുടെ വിജിലൻസിനെ കൊണ്ട് അത് കുറച്ചുകൂടി വിശദമായിട്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്നത്തെ ബോർഡ്. എന്തെങ്കിലും കരാർ നടപടികൾ നമ്മളുമായിട്ടുള്ള കരാറിനകത്ത് കരാർ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിനകത്ത് മോശപ്പെട്ട നെയ് വന്നെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ആർക്കെങ്കിലും ഇതിനകത്ത് പങ്കാളിത്തമുണ്ടോ അല്ലെങ്കിൽ പങ്കുണ്ടോ, ഫുഡ് സേഫ്റ്റി പരിശോധനകൾ കൃത്യമായി നടന്നിട്ടുണ്ടോ, പിന്നെ ബോർഡിന് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നഷ്ടമൊക്കെ ഇതുകൊണ്ടുണ്ടായിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങൾ വിജിലൻസ് SP അന്വേഷിച്ച് തരാനാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. റിപ്പോർട്ടിൽ കഴമ്പുണ്ടെങ്കിൽ മാത്രം ഉന്നതതല അന്വേഷണത്തിന് സർക്കാരിനെ സമീപിച്ചാൽ മതിയെന്നുമാണ് ബോർഡ് തീരുമാനം. ജനം, തിരുവനന്തപുരം.